നിലമ്പൂരിലെ കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു സ്വർഗമുണ്ട്, നെടുങ്കയം. പക്ഷേ ഈ പ്രകൃതി ഭംഗിക്ക് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ടെന്നറിയാമോ? ബ്രിട്ടീഷ് ഭരണകാലത്താണ് നെടുങ്കയത്തിന്റെ ചരിത്രം മാറുന്നത്. കപ്പൽ നിർമ്മാണത്തിനും റെയിൽവേ പാതകൾക്കും വേണ്ടി ലോകത്തിലെ ഏറ്റവും മികച്ച തേക്ക് തടികൾ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് ഇവിടെ നിന്നായിരുന്നു. കാട്ടിലെ തടികൾ പുഴയിലൂടെ ഒഴുക്കിവിടാനും തോട്ടങ്ങളിലേക്ക് കടക്കാനുമായി ബ്രിട്ടീഷ് ഫോറസ്റ്റ് എഞ്ചിനീയറായ ES ഡോസൺ 1930കളിൽ ഇവിടെയൊരു ഇരുമ്പ് പാലവും മനോഹരമായ ഒരു തടി ബംഗ്ലാവും നിർമ്മിച്ചു. എന്നാൽ താൻ ഏറെ സ്നേഹിച്ച ഇതേ നെടുങ്കയത്തെ കരിമ്പുഴയിലെ വന്യമായ ചുഴിയിൽപ്പെട്ട് ഡോസൻ സാഹിബ് മുങ്ങി മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ കാടിനുള്ളിൽ തന്നെയാണ് അടക്കം ചെയ്തത്. ആ ശവകുടീരം ഇന്നും നെടുങ്കയത്ത് കാണാം. ചരിത്രവും നിഗൂഢതയും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഈ വന്യസുന്ദര ഭൂമി നിങ്ങളെ കാത്തിരിക്കുന്നു. ഭാരിച്ച ചുമടുകൾ എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യാനും ഒരു കാലം വരെ ആനകളുടെ സഹായം നമുക്ക് വേണ്ടിയിരുന്നു. ഇന്ന് അത്തരം കഠിനമേറിയ പണികൾ എടുപ്പിക്കാൻ വേണ്ടി കേരളത്തിലാരും തന്നെ ആനയെ പിടിക്കാറില്ല. കാട്ടിലൂടെ സ്വൈര്യമായി സഞ്ചരിക്കുന്ന ആനകളെ ചതിക്കുഴി ഒരുക്കി പിടിക്കും. ഇതിന് വാരിക്കുഴി ഒരുക്കി ആനയെ പിടിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ വാരിക്കുഴി ഒരുക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിക്കുന്ന ആനകളെ നമ്മുടെ നാട്ടിലുള്ള ഈ ആനപ്പന്തിയിൽ കൊണ്ടുവരുമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള സമയത്ത് 5 ആനപ്പന്തി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവരും നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു തരത്തിലും അങ്ങനത്തെ ഒരു പാർഷ്യാലിറ്റി പാടില്ല. കൃത്യമായിട്ട് അവർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എൻ്റെ രതീഷ് എൻ്റെ കൂടെ PSC എഴുതിയിട്ട് വലമ്പോട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. മത്സര പരീക്ഷ എഴുതിയിട്ട് കൃത്യമായിട്ട് ആ ലെവലിൻ്റെ മെറിറ്റിന് ജോലി കിട്ടിയതാണ്. രണ്ടാമത് ഇപ്പോൾ ബിനു, രതീഷിൻ്റെ പിന്നെ ഭാര്യ വർഷ, രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മതതരത്തിന് വക്താക്കളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്റെ പേര് സഞ്ജോ എന്നാണ്, എന്റെ ഭാര്യയുടെ പേര് സക്കീനാണ്. നമ്മള് ട്രൈബല് കൂടുതലും ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ സഹായിക്കുക. നമ്മള് മലപ്പുറം ജില്ലയില് 5 കാറ്റഗറിയാണ് ട്രൈബൽസ്: പണിയ, കാട്ടുനായ്ക്ക, ചോനായ്ക്ക, അർണാട, മുതുവ, 4 കാറ്റഗറി. അതിലേറ്റവും താന്ന കാറ്റഗറിയാണ് ചോനായ്ക്ക. പറഞ്ഞില്ല ഒരു ഏഷ്യൻ ഭൂമിഭാഷ. പിന്നെ തങ്കിച്ച് അനിയത്തിനെ അങ്ങനെ വിളിക്കും. അപ്പൊ അതേ മലയാളം തന്നെ സ്കൂളിൽ പോവുക, പഠിക്കുക, ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഞാനത് ഇങ്ങനെ വന്നിട്ട് തന്നെ സംസാരിച്ചത്. കാരണം ജോലി കിട്ടിയ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പുറത്ത് ഞാൻ SLC പഠിച്ചിട്ടുള്ളൂ. ഈ ജോലി കിട്ടിയതൊക്കെ കുറെ ഉപകാരപ്പെട്ടു. ഞാനൊരാൾക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിക്ക് എന്തൊക്കെ ഭയങ്കര പടയും ഉള്ളൊക്കെ പടയും വലട്ട് മറിച്ചാകണ്ട് ഇല്ലാതാക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ ഫോർത്ത് ഡിപ്പാർട്ട്മെന്റ് എത്തിയപ്പോ 11 കൊല്ലായി. 16-9 ഒറ്റയിട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ആനാണ് അവിടെ നിൽക്കും. എന്തൊക്കെ വിശ്വാസം തന്നെ. പ്രഷർ, ഷുഗർ പിന്നെ മാധ്യ ചിണ്ണലൂമാലെ സാരി ചിണ്ണല മാധ്യ ചിണ്ണലൂമാലെ
എത്തിബ്രോടി മേല മാജ എത്തിബ്രോടി മേല മാജ ചുനല മല ഉമാല ചുനല മല ഉമാല ചുനല മല ഉമാല. അടിപൊളി അടിപൊളി അടിപൊളി. നടത്താള് പാട്ടെ. കൊളലക്കാര് കണ്ട മക്കൾക്ക് കൊളല കേളിനോ കൊളലക്കാര് കൊളലക്കാര് കണ്ട മക്കൾക്ക് കൊളല കേളിനോ കൊളല കേളിക്കോ മണ്ണക്കാര കൊസായുന്ന മക്കൾക്ക് കൊളലക്കാര് കണ്ട മക്കൾക്ക് കൊളല കേളിനോ കൊളല കേളിക്കോ മണ്ണക്കാര പതനകാലയം മക്കൾക്ക് ഇതേ ചോദ്യം നമ്മളെ അടിക്ക് ചോദിച്ചു. 12 ലക്ഷം റുപ്യ സ്ഥലം വീടും കെട്ടിത്തരാം. 12 ലക്ഷം റുപ്യ വീടും റെഡിയായിട്ടാണ്. ഫോണിന് 2019 നമ്മള് ക്യാമ്പ് അപ്പൊ നമ്മളെ ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തെന്ന് നിക്കാൻ പറ്റും. അപ്പം കോളനിക്ക് ഒറ്റ സ്ഥലത്ത് പറഞ്ഞാൽ നമ്മളെ മതദൈവത്തിനെ വിട്ട് പോകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഓരോ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. അത് വെറുതെ പറഞ്ഞതാണ്. അയാള് പ്രണയിച്ച് തന്നെ കല്യാണം നല്ല വിവാഹം. അപ്പ പിള്ളേ മകൻ ചുപ്പ പിള്ളേ മകൻ അത്രയും ഫുള്ളായിട്ട് പാടണം. ഓക്കെ അപ്പ പിള്ളേ മകൻ ചുപ്പ പിള്ളേ ഓരേലി കൂടിരുന്ന് കോട്ടാ തുറക്കറ കണ്ടേലി കൂടിരുന്ന് തിറക ഓരേലി കൂടിരുന്ന് കോട്ടാ തുറക്കറ കണ്ടേലി കൂടിരുന്ന്